ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ടെക്സ്റ്റൈൽ മില്ല്. നമുക്ക് പറയാം, പൊതുവേ ടെക്സ്റ്റൈൽ മില്ല് നമുക്ക് അറിയാം, നമ്മൾ ഡ്രസ്സിൻ്റെ ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ മില്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഡ്രസ്സിൻ്റെ മെയിൻ ഐറ്റം കോട്ടൺ ആണ്. അപ്പം കോട്ടൺ പ്ലാന്റ്സിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യും, ഇൻഡസ്ട്രിയിലെത്തും. ഇൻഡസ്ട്രിയിൽ നിന്ന് എന്ത് ചെയ്യും, അതൊരു ഫിനിഷ്ഡ് ക്ലോത്ത് ആയിട്ടാണ് എന്ത് ചെയ്യുക, നേരെ പുറത്തേക്ക് പോകുക. അതായത് സ്റ്റേജ് കോട്ടൺ നമ്മൾ ഫീൽഡിൽ നിന്ന് പിക്ക് ചെയ്യും. ആ സ്റ്റേജ് എന്ത് ചെയ്യും, നമ്മൾ മില്ലിലെത്തിയ നേരെ കോട്ടൺ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ക്ലോത്ത് ആയിട്ടാണ് നമുക്ക് മില്ലിൽ നിന്ന് പുറത്തേക്ക് പോകുക. അതെന്ത് ചെയ്യും, കുറേ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. അത് ഈ കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് പ്രോസസ്സ്. കുറേ പ്രോസസ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, പിക്ക് ചെയ്ത കോട്ടൺ എന്ത് ചെയ്യുക ക്ലോത്തായി മാറുന്ന കുറേ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. പ്രോസസ്സൊക്കെ അതിനകത്ത് എന്ത് ചെയ്യാതെ ജസ്റ്റ് ഒരു ക്ലോത്തായി മാറുക. അപ്പോൾ എന്താ ഡിഫറെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് കോട്ടനെ സിൽവറാക്കി മാറ്റും, പിന്നെ സ്പിന്നിങ് ചെയ്യും, പിന്നെ വീവിങ് ചെയ്യും. ലാസ്റ്റാണ് എന്താ അതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുക. ജസ്റ്റ് ഒന്നുമില്ല, കോട്ടൺ നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് കോട്ടൺ ഫീൽഡിൽ നിന്ന് കോട്ടൺ പിക്ക് ചെയ്ത് നേരെ ഇൻഡസ്ട്രിയിലെത്തി. ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യും, അത് ഫിനിഷ്ഡ് ക്ലോത്ത് ആയിട്ടാണ് പുറത്തേക്ക് പോകുക. അങ്ങനെ ഫിനിഷ്ഡ് ക്ലോത്തായി പോകുമ്പോൾ അതിനകത്ത് കുറേ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, കോട്ടണിൽ നിന്ന് സിൽവറിലേക്ക് ആവുന്ന പ്രോസസ്സ്, സ്പിന്നിങ് പ്രോസസ്സ്, വീവിങ് പ്രോസസ്സ്, ഫിനിഷിംഗ് പ്രോസസ്സ്, അങ്ങനെ കുറച്ച് പ്രോസസ്സായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോട്ടൺ ക്ലോത്താക്കി മാറുന്നത്. ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കോട്ടൺ ടു സിൽവർ ആണ്, പിന്നെ സ്പിന്നിങ് ആണ്, പിന്നെ വീവിങ് ആണ്, പിന്നെ ഫിനിഷിങ്. ഓരോ പ്രോസസ്സെന്ന് പറഞ്ഞു. ഫസ്റ്റ് പ്രോസസ്സായ കോട്ടൺ ടു സിൽവർ നോക്കാം. അപ്പം കോട്ടൺ ടു സിൽവർ പറയുമ്പോൾ എന്ത് ചെയ്യും, ഇത് പറയുന്നത് എന്താണ്, സെപ്പറേറ്റിംഗ് ദ സീഡ് ഫ്രം എന്താണ് കോട്ടൺ ഈസ് നോൺ ആസ് ഗിന്നിങ്. ഈ ഒരു പ്രോസസ്സ് കോട്ടൺ ടു സിൽവർ എന്നുള്ള പ്രോസസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതാണ് നോക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ പറയുമ്പം സെപ്പറേറ്റിംഗ് ദ സീഡിനെ എന്ത് ചെയ്യുക, കോട്ടണിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്നത് എന്താണ്, ഗിന്നിങ് എന്ന് പറയുന്നത്. ദ പ്രോസസ്സ് ഓഫ് സെപ്പറേറ്റിംഗ് സീഡ് ഫ്രം കോട്ടൺ സീഡ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ പറയുന്നത് ഗിന്നിങ് എന്ന് പറയും. ബെയിൽ ഓഫ് ഗിൻഡ് കോട്ടൺ ഫസ്റ്റ് ട്രാൻസ്ഫർ ടു ടെക്സ്റ്റൈൽ മില്ല്. അത് ഈ ഗിന്നിങ് നടക്കുന്നത് നമ്മളെ പുറത്താണ്. അങ്ങനെ ഗിന്ന് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യും, നേരെ ടെക്സ്റ്റൈൽ മില്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ എന്ത് ചെയ്യും, നേരെ ഓപ്പൺ ഡാൻ ഇമ്പ്യൂരിറ്റി ഒക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് എന്തിൽ ബ്ലോ റൂം എന്ന് പറഞ്ഞ റൂം ഉണ്ടാകും. ആ റൂമിലെത്തിയ നേരം എന്ത് ചെയ്യും, അതവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുക. നമുക്ക് പുറത്തുനിന്ന് കിട്ടിയ പ്രോസസ്സ് എന്ത് ചെയ്യും, സീഡിനത് കോട്ടൺ വേർതിരിച്ചെടുക്കും. സീഡിൽ നിന്ന് വേർതിരിച്ചെടുക്കും. അത് നേരം എന്ത് ചെയ്യും, നമ്മളെ ഇൻഡസ്ട്രിയിലേക്ക് ടെക്സ്റ്റൈൽ മില്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ബ്ലോ റൂം ഉണ്ടാകും. ആ റൂമിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആഫ്റ്റർ ദാറ്റ് കോട്ടൺ ഈസ് ട്രാൻസ്പോർട്ട് ടു ലാപ്പ് പറഞ്ഞാൽ ഇതിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും. ഫെഡ് ടു കോഡിംഗ് സെക്ഷനിലേക്ക് ഫെഡ് ചെയ്യും. വേർ ഇറ്റ് ഈസ് ഓപ്പൺ കംപ്ലീറ്റ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു സിൽവർ. എന്താണ് നമ്മളെ ബ്ലോ റൂമിലെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇമ്പ്യൂരിറ്റീസൊക്കെ ഓപ്പൺ ചെയ്ത് ഇമ്പ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്തു. അത് നേരെ എന്ത് ചെയ്യും, കോട്ടൺ എന്ത് ചെയ്യും, നേരെ നമ്മളെ ലാബ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. എന്ത് ചെയ്യും, ഫെഡ് ടു കോഡിംഗ് സെക്ഷനിലേക്ക് ഫെഡ് ചെയ്യും. അവിടെ എന്ത് സംഭവിക്കും, കംപ്ലീറ്റ്ലി ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലെ എന്തെങ്കിലും സിൽവറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ റൂമിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസൊക്കെ നേരെ ലാപ്പിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ നിന്ന് അത് നേരെ കോഡിംഗ് സെക്ഷനിലേക്ക് ഫെഡ് ചെയ്യും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, അത് ഫുൾ ഓപ്പൺ ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ഇൻറ്റു സിൽവറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർട്ട് സിൽവർ എന്ത് ചെയ്യും, നമ്മൾ ഗ്യാതറിങ് ക്യാൻസ് ആൻഡ് ദെൻ പ്രോസസ് ഡ്രോയിങ് മിസ്. ഈ കൺവേർട്ട് സിൽവറൊക്കെ നമ്മൾ ഗ്യാദർ ചെയ്തിട്ട് ഒരു ക്യാൻസിൽ ഗ്യാദർ ചെയ്തൊക്കെ എന്ത് ചെയ്യാൻ പ്രോസസ് ആണ് ഡ്രൈവിംഗ് മെഷീനിൽ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. വിച്ച് മേക്ക് ദ യൂണിഫോം ബൈ സ്ട്രൈറ്റനിങ് ദ ഫൈബർ. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫൈബറിലാക്കി മാറ്റി എടുക്കും. അതാണ് നമ്മളെ കോട്ടൺ ടു സിൽവർ പ്രോസസ്സിൽ നടക്കുന്നതാണ്. ജസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് സീഡിൽ നിന്ന് കോട്ടൺ മാറ്റിയെടുക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, ടെക്സ്റ്റൈലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ നമ്മൾ ബ്ലോ റൂമിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ ഇമ്പ്യൂരിറ്റീസൊക്കെ ഒഴിവാക്കും. അന്നേരം നമ്മൾ അടുത്തേക്ക് എന്ത് ചെയ്യും, കോഡിംഗ് സെക്ഷനിലേക്ക് മാറ്റിയിട്ട് അതിനെ നമ്മൾ മൊത്തം എന്ത് ചെയ്യും, സിൽവറാക്കി കൺവേർട്ട് ചെയ്യും. കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്ത് അതിനെ സിൽവറാക്കി കൺവേർട്ട് ചെയ്യും. അടുത്ത് എന്ത് ചെയ്യും, അത് സിൽവർ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡ്രൈവിംഗ് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് മൊത്തം ഒരു ഫൈബറിലേക്കാക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ കോട്ടൺ സിൽവർ എന്ന് പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് പിന്നെ സ്പിന്നിങ് ആണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്ത് കോട്ടൺ സിൽവറാക്കി കിട്ടി. അടുത്ത് നമുക്ക് സ്പിന്നിങ് ചെയ്യാനുള്ളത്. ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെയും സ്പിന്നിങ് അറ്റ് സ്റ്റേജ് എന്തെങ്കിലും ഫ്രാഗിൽ കണ്ടീഷനിലേക്ക് ഉണ്ടാവുക. അത് നമ്മൾ സിൽവർ എന്തൊക്കെയും അറ്റ് സ്റ്റേജിലായിട്ട് ഫ്രാഗിൽ കണ്ടീഷനിലേക്ക് ഉണ്ടാവുക. അപ്പോൾ ഭയങ്കര ഒരു ബൾക്കി ആയിട്ട് നമ്മൾ സിൽവർ വളരെ ബൾക്കി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആഫ്റ്റർ റെഡ്യൂസിങ് ഡയമീറ്റർ ഇൻറ്റു 2 or 3 സ്റ്റേജസ് നമ്മൾ അതിൻ്റെ ഡയമീറ്റർ എന്താ റെഡ്യൂസ് ചെയ്ത് 2-3 സ്റ്റേജിലായിട്ട് ഡയമീറ്റർ നമ്മളതിൻ്റെ റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും, സ്പീഡ് ഫ്രെയിം വിച്ച് മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ സ്പിന്നിങ്. ഫൈനൽ സ്പിന്നിങ്ങിൽ സ്യൂട്ടബിളായിട്ട് നമ്മൾ കുറച്ചും. കാരണം നമ്മൾ കോട്ടൺ ടു സിൽവർ ആക്കി. ഈ സിൽവർ ആക്കുമ്പോൾ നമ്മൾ സിൽവറിൻ്റെ സിൽവർ ആയിട്ട് ആ സ്റ്റേജിൽ എന്തായിരിക്കും, ഫ്രാഗിൽ കണ്ടീഷനിലായിരിക്കും. അത് ഭയങ്കര ബൾക്കി ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക. അങ്ങനെ ബൾക്കി ആയുള്ള നമ്മൾ എന്ത് ചെയ്യും, അതിനെ റെഡ്യൂസ് അതിൻ്റെ ഡയമീറ്റർ 2-3 ടൈംസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യുക. സ്റ്റേജിൽ നമ്മൾ അതിൻ്റെ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. ആ ഈ പ്രോസസ്സ് നമ്മൾ സ്പീഡ് ഫ്രെയിം എന്ന് പറയും. ആ പ്രോസസ്സ് എന്ത് ചെയ്യും, നമ്മളടുത്ത് എന്ത് ചെയ്യുക, അതിനെ സ്പിന്നിങ്ങിലേക്ക് ഫൈനൽ സ്പിന്നിലേക്ക് മാറ്റും. കാരണം ഡയമീറ്റർ കുറച്ച് കൊണ്ടുവന്നിട്ട് അതിനടുത്ത് നമ്മൾ ഫൈനൽ സ്പിന്നിങ് പ്രോസസ്സിലേക്ക് അതിനെ കൊടുക്കും. അവിടെ എന്ത് ചെയ്യും, ഡ്യൂ ടു ട്വിസ്റ്റിംഗ് ആൻഡ് കണ്ടിന്യൂസ് ജാം ഓഫ് സഫിഷ്യൻറ്റ്
strength it produced during the spinning the worm is wound or moving located on the cone winding machine. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കോട്ടന്ന് സിൽവർ കിട്ടുമ്പോൾ സിൽവർ ഭയങ്കര ബൾക്കി ആയിരിക്കും. അങ്ങനെ ബൾക്കി ആകുമ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡയമീറ്റർ എന്ത് 2-3 സ്റ്റേജിലായിട്ട് കുറച്ചുകൊണ്ടുവരും. എന്നിട്ട് നമ്മളെ ആവശ്യമായ ഇതിലേക്ക് എന്ത് ചെയ്യും, അതിൻ്റെ സ്പിന്നിങ്ങിലേക്ക് ആവശ്യമായ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൊണ്ടുവരും. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്, വീവിങ്ങിൽ പറയുന്നത് എന്താണ്, ബിഫോർ ദ യാൻ ഈസ് ആക്ച്വലി വേംഡ് ഇറ്റ് ഈസ് എന്തായിരിക്കും റാപ്ഡ് ആയിരിക്കും. അത് യാൻ ചെയ്യുന്നതിന് മുമ്പ് അതിനെ റാപ്പ് ചെയ്തെടുക്കും. വീവിങ് കൺസിസ്റ്റ് ഓഫ് എന്താണ്, ജോയിൻ ടു സെറ്റ് ഓഫ് ത്രെഡ്. വീവിങ് പറയുമ്പോൾ എന്താണ്, 2 സെറ്റ് ഓഫ് ത്രെഡിനെ നമ്മൾ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് വീവിങ് എന്ന് പറയുക. അതിൽ വീവിങ് കൺസിസ്റ്റ് ഓഫ് എന്താണ്, ജോയിനിങ് 2 സെറ്റ് ഓഫ് ത്രെഡാണ്. 2 സെറ്റ് ത്രെഡിനെ ജോയിൻ ചെയ്യുന്നതാണ് വീവിങ് എന്ന് പറയുക. ഒന്നും എന്തൊക്കെയും വിച്ച് എക്സ്റ്റെൻഡ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ വിച്ച് എക്സ്റ്റെൻഡ് എന്താണ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ഫാബ്രിക്കിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മറ്റേ എന്തൊക്കെയാ അതർ ഊസ് ത്രെഡ് ഗോ അക്രോസേക്ക് പോകും. ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന ഇതിനാണ് പറയുക ലൂം പറയുക. ലൂമിലാണ് എന്ത് ചെയ്യുക, നമ്മൾ വീവിങ് എന്നുള്ള പ്രോസസ്സ് ചെയ്യുക. ഇതാണ് 2 സെറ്റ് ഓഫ് ത്രെഡ് നമ്മൾ ജോയിൻ ചെയ്യുക. അത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലൂം എന്ന് പറയുക. വീവിങ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ലൂം എന്ന് പറയുക. ലാസ്റ്റ് വരുന്നത് നമ്മളെ ഫിനിഷിംഗ് ആണ്. അതിലെന്താ വരുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രോസസ് ലൈക്ക് എന്താണ് ബ്ലീച്ചിങ്, ഡൈയിങ്, പ്രിൻറ്റിങ്, കലണ്ടറിങ്, സ്റ്റാമ്പിങ്, പാക്കിങ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലാണ് വരിക, ഫിനിഷിംഗ് പ്രോസസ്സിലാണ് വരിക. അതായത് ഫിനിഷിംഗ് പ്രോസസ്സിൽ വരുന്നതാണ് ബ്ലീച്ചിങ്, ഡൈയിങ്, പ്രിൻറ്റിങ്, കളറിങ്, അല്ല ക്ലാൻഡറിങ്, സ്റ്റാമ്പിങ്, പാക്കിങ്. ഇതൊക്കെ നമ്മൾ വരുന്നതാണ് ഫിനിഷിംഗ് അറിയാം. അപ്പോൾ എന്താ ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് ഓയിൽ, ഗ്രീസൊക്കെ എന്താ റിമൂവ്ഡ് ആൻഡ് ഫാബ്രിക് ഈസ് മെയ്ഡ് വൈറ്റ് ഡ്യൂറിങ് ബ്ലീച്ചിങ്. അതായത് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് അങ്ങനെ നമ്മൾ മെഷീനിൽ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ മെഷീനിൽ നമ്മൾ ഓയിലോ ഗ്രീസോ അങ്ങനെയൊക്കെ ഇമ്പ്യൂരിറ്റീസൊക്കെ അതിൻ്റെ അതിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. അതിന് റിമൂവ് ചെയ്ത ശേഷം എന്ത് ചെയ്യും, ഫാബ്രിക് ഈസ് മെയ്ഡ് വിത്ത് വൈറ്റ് എന്ത് ചെയ്യും ഡ്യൂറിങ് ബ്ലീച്ചിങ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രീസും ഓയിലൊക്കെ റിമൂവ് ചെയ്തെടുക്കും. പിന്നെ എന്ത് ചെയ്യും, ഡൈയിങ് ഇൻവോൾവ്സ് ഗിവിങ് കളർ. ഡൈയിങ്ങിൽ നമ്മൾ ആവശ്യമായ കളറാണ്, ക്ലോത്തിന് നമുക്ക് ആവശ്യമായ കളർ കൊടുക്കാൻ ഡൈയിങ് പ്രോസസ്സിൽ നടക്കുന്നത്. പ്രിൻറ്റിങ് പ്രോസസ്സാണ് നമ്മൾ ആവശ്യമായ ഡിസൈന് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് പ്രിൻറ്റിങ് പ്രോസസ്സിൽ വരുന്നത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് വരുന്നതാണ് നമ്മളെ ഫിനിഷിംഗ് ആണ്. ഫിനിഷിങ്ങിൽ വരുന്നതാണ് ബ്ലീച്ചിങ്, ഡൈയിങ്, പ്രിൻറ്റിങ്, സ്റ്റാമ്പിങ്, പാക്കിംഗ് ഒക്കെ നമ്മളെ ഫിനിഷിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസൊക്കെ ഉള്ള ഓയിൽ, ഗ്രീസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫാബ്രിക്കിൽ നിന്ന് റിമൂവ് വൈറ്റ് ബ്ലീച്ചിങ് വഴി അതിനൊക്കെ റിമൂവ് ചെയ്യും. ഡൈയിങ് അറിയിക്കാൻ എന്ത് ചെയ്യും, നമ്മൾ എന്താ ചെയ്യും, ഗിവിങ് കളർ ടു ദ ക്ലോത്ത് അല്ലെങ്കിൽ ഷെയ്ഡ് കൊടുക്കുന്നതാണ് ഡൈയിങ് എന്ന് പറയുന്നത്. പ്രിൻറ്റിങ് തന്നെ നമ്മൾ ആവശ്യമായ ഡിസൈന് അതിൽ പാറ്റേണൊക്കെ മൾട്ടി കളർ കൊടുക്കുന്നതാണ് പ്രിൻറ്റിങ്. ലാസ്റ്റ് നമുക്ക് പാക്കിംഗ് ഒക്കെ വരും. അടുത്ത് നമുക്ക് നോക്കണം എന്താണ്, മോട്ടർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് ടെക്സ്റ്റൈലിൻ്റെ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മോട്ടറിനെ പറ്റിയാണ് നോക്കാം. അതായത് മോട്ടർ യൂസ് ഫോർ ഡിഫറെൻറ്റ് ടെക്സ്റ്റൈലിൻ്റെ പല പ്രോസസ്സ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് കോട്ടൺ ടു സിൽവർ, അതേപോലെ സ്പിന്നിങ്, വീവിങ്, ഫിനിഷിങ്, ഓരോ ഡിഫറെൻറ്റ് ഡിസ്കസ് ചെയ്തു. അതിലൊക്കെ എന്ത് ചെയ്യും, ഓരോ ഡിഫറെൻറ്റ് മോട്ടറാണ് യൂസ് ചെയ്യുക. അതിൻ്റെ ഓരോ പ്രോസസ്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലൂം മോട്ടറാണ് പറയുന്നത്. അതിലെന്തായിരിക്കും സ്റ്റാർട്ടിങ് ഓഫ് ദ ലൂം മോട്ടർ ഷുഡ് ബി എന്താണ് ഹൈ ടു ഡു പിക്കപ്പും പ്രോസസ്സിൻ്റെ ഷോർട്ട് ടൈം. അതായത് ഈ ലൂം മോട്ടറിൻ്റെ ഒരു പ്രത്യേകത അറിയാൻ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റാർട്ടിങ് ടോർക്ക് പറഞ്ഞാൽ ഓഫ് ദ ലൂം മോട്ടർ എന്തായിരിക്കണം, ഷുഡ് ബി ഹൈ ടു ഡു പിക്കപ്പ് ദ പ്രോസസ്സിൻ്റെ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഓണാക്കി പെട്ടെന്ന് ഷോർട്ട് പീരീഡിൽ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത് പിക്കപ്പ് ചെയ്ത് വർക്ക് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാർട്ടിങ് ടോർക്ക് എന്ത് ചെയ്യണം, നമ്മളെ ലൂമിൻ്റെ മോട്ടറിന് വേണം. പിന്നെ എന്താണ് ലൂം ഈസ് എന്താണ് റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസമാണ്. കോസ് ബോത്ത് എന്താണ് ടോർക്കും കറണ്ട് പൾസേഷൻ. അതായത് നമ്മളത് റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസമാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യും, ടോർക്കും അതേപോലെ കറണ്ടും പൾസേറ്റിംഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ് ഓൾസോ ലൂം മോട്ടോർസ് ആ നീഡ് ഫ്രീക്വൻറ്റ് സ്റ്റാർട്ടും സ്റ്റോപ്പ്. ലൂം മോട്ടോർസ് നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അതേപോലെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഓഫ് ഓണാക്കി കളിക്കേണ്ടി വരും. നമ്മൾ പ്രോസസ്സിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ് ഓണാക്കി മാറ്റേണ്ടി വരും. അതെന്ത് ചെയ്യും, നമ്മൾ റിസൾട്ടിൻ ഹൈ ടെമ്പറേച്ചർ, അത് നമ്മൾ പെട്ടെന്ന് ഓഫാക്കി ഓണാക്കാവുന്നത് അത് നമ്മളെ ഹൈ ടെമ്പറേച്ചർ ഐസിന് കാരണം. അങ്ങനെ ഇതാകുമ്പോൾ എന്താ സോട്ട മോട്ടോർ ഷുഡ് ഹാവ് ഗുഡ് തെർമൽ ഡിസിപ്പേറ്റിംഗ് കപ്പാസിറ്റിയാണ്. അത് നമ്മൾ ലൂം മോട്ടർ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഓണാക്കി ഓഫാക്കി കളിക്കേണ്ടി വരും. അങ്ങനെ ഓഫാക്കി ഓണാക്കി കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഹൈ ടെമ്പറേച്ചർ ഐസ് ഉണ്ടാവും. അങ്ങനെ ഹൈ ടെമ്പറേച്ചർ ഐസ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഷുഡ് ഹാവ് ഗുഡ് തെർമൽ ഡിസിപ്പേറ്റിംഗ് കപ്പാസിറ്റി. ഈ മോട്ടറിനകത്തൂടെ ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള അത്ര കപ്പാസിറ്റി എന്താണ് നമ്മളെ മോട്ടറിന് ലൂം മോട്ടറിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒക്കെ ഇതിൽ നമ്മൾ പറയുമ്പോൾ ലോ മോട്ടോർസ് നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടറാണ് എന്തൊക്കെയാണ് 3 ഫേസ് ഹൈ സ്റ്റാർട്ട് എന്തായാലും സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറായിരിക്കും യൂസ് ചെയ്യുക. സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് എന്ത് ചെയ്യുക, നമ്മൾ ലൂ മോട്ടോർസ് അതിൽ യൂസ് ചെയ്യുക. അപ്പോൾ ലൂ മോട്ടോർസ് എന്തായാലും ടോട്ടലി എൻക്ലോസ്ഡ് ഫാൻ കൂൾ ടൈപ്പ്, ഫാൻ വെച്ചിട്ട് ടോട്ടലി എൻക്ലോസ്ഡ് ആയിട്ട് മൊത്തമായിട്ട് അടച്ചിട്ട് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഫാൻ കൂൾ ടൈപ്പ് മോട്ടറായിരിക്കും ലൂ മോട്ടോർസ് ഉണ്ടാവുക. അത് നമ്മൾ 3 ഫേസിൽ ഹൈ ടോർക്കുള്ള സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമുക്ക് കാർഡ് മോട്ടേഴ്സ് എന്ന് പറയും. എന്താണ് ദിസ് കോമൺലി യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് ഓഫ് കാർഡ് മോട്ടേഴ്സ്. എന്തെങ്കിലും ടോട്ടലി എൻക്ലോസ്ഡ് ഫാൻ കൂൾഡ് 3 ഫേസ് ഹൈ ടോർക്ക് സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറായിരിക്കും എന്ത് ചെയ്യുക, കാർഡ് മോട്ടോർസ് യൂസ് ചെയ്യുക. അതെന്തായിരിക്കും എൻക്ലോസ്ഡ് ഫാൻ കൂൾഡ് ടൈപ്പ്
ഇതൊക്കെ ഉണ്ടാവുക. അതിന് മൊത്തമായിട്ട് അടച്ചിട്ടുള്ള ഫാനായിട്ട് വെച്ചിട്ട് കൂളിംഗ് ടൈപ്പ് ആയിക്കാൻ ഉണ്ടാവുക. അതിലാണ് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ടോർക്കുള്ള സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. നമ്മൾ ഈ കാർഡ് മോട്ടോഴ്സിൻ്റെ റിക്വയർമെൻറ്റ് സിമിലർ ടു എന്താണ് ദാറ്റ് ഓഫ് ലൂം മോട്ടോഴ്സിൻ്റെ അതേ റിക്വയർമെൻറ്റ്സ് ആണ്, ഏകദേശം സിമിലറാണ് നമ്മളെ കാർഡ് മോട്ടോഴ്സിനുള്ളത്. എക്സെപ്റ്റ് ദാറ്റ് എന്താണ് ഫോമർ ആർ റിക്വയർഡ് ടു ഹാവ് വെരി ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് മസ്റ്റ് ബി ഏബിൾ ടു വിസ്റ്റാൻഡ് എ പ്രോഗ്രാം സ്റ്റാർട്ടിംഗ് പീരീഡ്. അതായത് നമ്മളെ മുന്നേ ഡിസ്കസ് ചെയ്ത ലൂം മോട്ടോഴ്സിൻ്റെ ഏകദേശം എന്താണ് അതിൻ്റെ റിക്വയർമെൻ്റ് ഒക്കെ നമ്മൾ കാർഡ് മോട്ടോഴ്സായിട്ട് സിമിലർ ആണ്. എക്സെപ്റ്റ് ദാറ്റ് ഇതൊക്കെ ഫോമർ ആർ റിക്വയർഡ് ടു ഹാവ് വെരി ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും അതേപോലെ മസ്റ്റ് ബി ഏബിൾ ടു എന്താണ് വിസ്റ്റാൻഡ് പ്രോലോങ്ഡ് സ്റ്റാർട്ടിംഗ് പീരീഡ് അതിൽ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും എന്താണ് നമ്മളെ കാർ മോട്ടോഴ്സിന് അത്യാവശ്യമാണ്. പിന്നെ എന്താണ് ബോത്ത് ദ എബോ റിക്വയർമെൻറ്റ്സ് ഫോർ കാർ മോട്ടോഴ്സ് ആർ ഡ്യൂ ടു ദ വെരി ഹൈ സ്റ്റാർട്ടിംഗ് ഇനേഷ്യ ഓഫ് ദ കാർഡ് ഡ്രം. അതായത് ബോത്ത് ദ എബോ നമ്മൾ മുകളിൽ പറഞ്ഞ ഈ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് അതായത് പ്രോലോങ്ഡ് സ്റ്റാർട്ടിംഗ് പീരീഡ് എന്താണ് ഡ്യൂ ടു എന്താണ് ബോത്ത് ദ എബോ റിക്വയർമെൻറ്റ് ഓഫ് ദ കാർ മോട്ടോഴ്സ് ഡ്യൂ ടു എന്താണ് വെരി ഹൈ ഇനേഷ്യ ഓഫ് ദ കാർഡ് ഡ്രമ്മിൻ്റെ ഹൈ ഇനേഷ്യ കാരണം ബോത്ത് നമ്മൾ മുന്നേ പറഞ്ഞ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും അതേപോലെ പ്രോലോങ്ഡ് സ്റ്റാർട്ടിംഗ് പീരീഡ് ആവശ്യമാകാൻ കാരണം. മോട്ടോഴ്സ് വൺസ് നമ്മളെ ഡ്രമ്മ് സ്റ്റാർട്ട് ചെയ്താൽ എന്ത് ചെയ്യും അതിൻ്റെ ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, അൺഇൻറ്ററപ്റ്റബിൾ ആയിരിക്കും. അതായത് നമ്മളൊക്കെ അതിനെ പെട്ടെന്ന് ഓൺ ആവാൻ ലൂം മോട്ടോഴ്സിൽ ഓൺ ഓഫ് ആക്കുക ചെയ്യുന്നതല്ലേ അത് പ്രസ് ചെയ്യൽ പറ്റില്ല. വൺസ് ദ ഡ്രമ്മ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ എന്തായിരിക്കും ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കും. ഇത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇൻവോൾവ്ഡ് ആണ്. ഓക്കെ, നമ്മൾ അടുത്ത വരുന്നത് എന്താണ് നമ്മളെ സ്പിന്നിങ് മോട്ടേഴ്സാണ്. സ്പിന്നിങ് മോട്ടേഴ്സ് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ നമുക്ക് ഗുഡ് ക്വാളിറ്റി സ്പിന്നിങ് നമുക്ക് എന്തായിരിക്കും അടുത്ത ഡിസ്കസ് ചെയ്യാം. സ്പിന്നിങ് മോട്ടേഴ്സിന് യൂസ് ചെയ്യുന്ന ഡ്രൈവിൻ്റെ മോട്ടറിനെ പറ്റിയിട്ടാണ് റിക്വയർമെൻ്റ് ഒക്കെയാണ്. അപ്പോൾ എന്താ നല്ലൊരു ഗുഡ് ക്വാളിറ്റി സ്പിന്നിങ് നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് എസെൻഷ്യൽ എന്താണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് സ്പിന്നിങ് മോട്ടർ ഷുഡ് ബി മോഡറേറ്റ് ആവണം. പിന്നെ എന്താണ് ആക്സലറേഷൻ ഷുഡ് ബി സ്മൂത്ത്. അത് നമുക്ക് നല്ലൊരു ക്വാളിറ്റി സ്പിന്നിങ് കിട്ടാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു എന്താണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് സ്പിന്നിങ് മോട്ടർ ഷുഡ് ബി എന്താണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് സ്പിന്നിങ് മോട്ടർ ഷുഡ് ബി മോഡറേറ്റ് ആണ്. അതായത് എന്താ ആക്സലറേഷൻ ഷുഡ് ബി സ്മൂത്ത് ആണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി സ്പിന്നിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും സ്റ്റാർട്ടിങ്ങും ടോർക്ക് ഓഫ് എന്താണ് സ്പിന്നിങ് മോട്ടർ എന്താണ് ഷുഡ് ബി മോഡറേറ്റ് ആവും വേണം. അതിൻ്റെ സ്പീഡ് എന്താണ് ആക്സലറേഷൻ എന്താണോ സ്മൂത്ത് ആവണം, സ്മൂത്തായിട്ടുള്ള ആക്സലറേഷൻ ആണ്. പിന്നെ നമുക്കതിൽ പറയാനുള്ളത് എന്താണ് ഇൻ ജനറലി നമ്മൾ എന്ത് ചെയ്യും 3 ടൈപ്സ് ഓഫ് ഡ്രൈവാണ് നമ്മൾ സ്പിന്നിങ് ഫ്രെയിമായിട്ട് ഓപ്പറേഷന് വേണ്ടി. അതായത് ജനറലായിട്ട് നമ്മൾ 3 ടൈപ്പ് ഡ്രൈവാണ് നമ്മൾ സ്പിന്നിങ് ഫ്രെയിം ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞാൽ സിംഗിൾ സ്പീഡ് മോട്ടറാണ്, രണ്ടാമത്തെ കാരണം എന്താണ് 2 സ്പീഡ് മോട്ടറാണ്, പിന്നെ വരുന്നതാണ് 2 മോട്ടർ ഡ്രൈവ്. അതായത് നമ്മൾ ജനറലായിട്ട് 3 ടൈപ്സ് ഓഫ് ഡ്രൈവാണ് എന്ത് നമ്മൾ സ്പിന്നിങ് ഫ്രെയിം ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞാൽ സിംഗിൾ സ്പീഡ് മോട്ടർ, 2 സ്പീഡ് മോട്ടർ, മൂന്നാമത്തെ പറഞ്ഞാൽ 2 മോട്ടർ ഡ്രൈവാണ്. നോർമലി നമ്മൾ ഒരു 4 പോൾ 6 പോൾ സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യുന്നതാണ് സിംഗിൾ സ്പീഡ് മോട്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോർമലായിട്ട് നമ്മൾ ഒരു 4 പോൾ അല്ലെങ്കിൽ 6 പോളുള്ള സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറായിട്ടാണ് നമ്മൾ സിംഗിൾ സ്പീഡ് മോട്ടർ ഡ്രൈവായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു എന്താണ് മാക്സിമൈസ് പ്രൊഡക്ഷൻ വിത്ത് മിനിമം ബ്രേക്കേജ്. അതായത് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ മിനിമം ബ്രേക്കേജിൽ എന്താണ് 2 സ്പീഡ് മോട്ടർ അല്ലെങ്കിൽ ഒന്നെങ്കിൽ 2 സ്പീഡ് മോട്ടറിൽ ഒന്നെങ്കിൽ 4/6 അല്ലെങ്കിൽ 6/8 പോളുള്ള അല്ലെങ്കിൽ ഒന്നെങ്കിൽ 4/6 അല്ലെങ്കിൽ 6/8 പോളില്ല ആണ് യൂസ് ചെയ്യുന്നത് 2 സ്പീഡ് മോട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. മൊത്തമായിട്ട് ഈ മോട്ടറൊക്കെ എന്തെങ്കിലും അത്യാവശ്യം ലാർജർ ഇൻ സൈസ് ആയിരിക്കും, കോസ്റ്റർ ആയിരിക്കും. ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ മേക്ക് കോൺസെൻട്രേഷൻ ഇൻ ഇനീഷ്യൽ കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഈ 2 സ്പീഡ് മോട്ടർ അത്യാവശ്യം എന്തായിരിക്കും ഈ നമ്മൾ 4ഉം 6ഉം 6, 8 ഒക്കെ ഉള്ള പോൾ വെച്ചുള്ള യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലാർജ് ഇൻ സൈസ് ആയിരിക്കും, അതേപോലെ എന്തെങ്കിലും കോസ്റ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളെ ഇൻക്രീസ് പ്രൊഡക്ഷൻ മേ ബി എന്തെങ്കിലും നമുക്ക് എഫക്റ്റ് ചെയ്യാതെ ഇനീഷ്യൽ കോസ്റ്റ് വരുമ്പോൾ നമ്മളെ പ്രൊഡക്ഷൻ അത് എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ പിന്നെയുള്ളത് എന്താണ് 2 ഡ്രൈവ് മോട്ടറാണ്. 2 മോട്ടോർ ഡ്രൈവ് പറയുമ്പോഴത്തേക്ക് ഇൻ കേസ് ഓഫ് 2 മോട്ടോർ ഡ്രൈവ് എന്ത് ചെയ്യും 2 സെപ്പറേറ്റ് മോട്ടർ നമ്മൾ യൂസ് ടു ഡ്രൈവ് ദ കോമൺ പുള്ളി ഓഫ് ദ റിംഗ് ഫ്രെയിം. ആ റിംഗ് ഫ്രെയിം ഇതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും 2 സെപ്പറേറ്റ് മോട്ടർ യൂസ് ചെയ്യുക. അതായത് 2 മോട്ടോർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും 2 സെപ്പറേറ്റ് മോട്ടർ നമ്മൾ യൂസ് ടു ഡ്രൈവ് കോമൺ ആയിട്ടുള്ള പുള്ളി ഓഫ് ദ റിംഗ് ഫ്രെയിം, കോമൺ ആയിട്ടുള്ള പുള്ളി റിംഗ് ഫ്രെയിമിൻ്റെ കോമൺ ആയിട്ടുള്ള പുള്ളി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും 2 സെപ്പറേറ്റ് മോട്ടർ യൂസ് ചെയ്യും. ഈ ഡ്രൈവ് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ്ലിയറാണ്, അതേപോലെ മോർ സ്പേസ് ആണ്. 2 മോട്ടർ യൂസ് ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, അത്യാവശ്യം സ്പേസ് നമുക്ക് ആവശ്യമായിട്ടില്ല. 2 മോട്ടർ ഡ്രൈവിൽ നമ്മൾ 2 സെപ്പറേറ്റ് മോട്ടർ പുള്ളി വലിക്കാൻ വേണ്ടി 2 സെപ്പറേറ്റ് മോട്ടർ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം അത് കോസ്റ്റ്ലിയാണ്, അതേപോലെ അത് അത്യാവശ്യം സ്പേസ് നമുക്ക് ആവശ്യമാണ്. മറ്റേ മുന്നേ യൂസ് ചെയ്ത എന്താണ് സ്പിന്നിങ് മോട്ടേഴ്സിൽ മുന്നേ പറഞ്ഞ, അതായത് നമ്മളെ
സിംഗിൾ സ്പീഡ് മോട്ടർ അതേപോലെ 2 സ്പീഡ് മോട്ടറിനെക്കാട്ടും കുറച്ചൊരു അഡ്വാൻറ്റേജ് നമ്മൾ എന്താ 2 ഡ്രൈവ് മോട്ടറിനുണ്ട്. അപ്പോൾ 2 ഡ്രൈവ് മോട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ എന്തായിരിക്കും, എനി ഡിസൈഡ് സ്പീഡ് ഡിഫറൻഷ്യൽ ക്യാൻ ബി ഗോട്ട് ബൈ അഡ്ജസ്റ്റിംഗ് സ്പീഡ് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ ഏതെങ്കിലും ഡിസൈഡ് ചെയ്ത സ്പീഡ് ഡിഫറൻഷ്യൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ടെൻഷൻ ഓഫ് ദ യാൻ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് നമുക്ക് യാൻ്റെ ടെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് പ്രൊഡക്ഷൻ ക്യാൻ ബി കണ്ടിന്യൂഡ് ഈവൻ വൺ ഓഫ് ദ മോട്ടർ. അത് നമ്മൾ 2 മോട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോട്ടർ ഫെയിൽ ആയാലും മറ്റേ മോട്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്പിന്നിങ് മോട്ടോഴ്സിൻ്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യുന്ന റിക്വയർമെൻറ്റൊക്കെ കാര്യങ്ങൾ. അതിൽ നമ്മൾ 2 മോട്ടോർ ഡ്രൈവിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു. അത് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമായ സ്പീഡിൻ്റെ ഡിസൈഡ് സ്പീഡിൻ്റെ കിട്ടും, റിഫ്രഷിൽ നമുക്ക് കിട്ടും, മറ്റേ സ്പീഡ് റേഷ്യോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടും. അതേപോലെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ യാൻ്റെ ടെൻഷൻ നമുക്ക് ഇൻഡിപെൻഡൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ ക്യാൻ ബി കണ്ടിന്യൂ ചെയ്യാൻ, എന്താണ് ഒരു മോട്ടർ ഫെയിൽ ചെയ്താലും മറ്റേ മോട്ടർ വെച്ച് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ടോട്ടലി എന്താണ് എൻക്ലോസ്ഡ് ഫാൻ കൂൾഡ് മോട്ടറാണ് നമ്മൾ എന്ത് ചെയ്യുക സ്പിന്നിങ് മോട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. സ്പിന്നിങ്ങിൻ്റെ മോട്ടറിന് യൂസ് ചെയ്യുന്നതാണ് ടോട്ടലി എൻക്ലോസ്ഡ് ഫാൻ കൂൾഡ് ടൈപ്പ് മോട്ടറാണ് യൂസ് ചെയ്യുക. അതിന് റേറ്റിംഗ് കാരണം എന്തൊക്കെയാണ് 5 മുതൽ 30 kW വരെയാണ് സ്പിന്നിങ് മോട്ടോഴ്സിൻ്റെ റേറ്റിംഗ് വരിക. 5 മുതൽ 30 kW വരെയാണ് സ്പിന്നിങ് മോട്ടോഴ്സിൻ്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ടെക്സ്റ്റൈൽ മില്ലിൽ അതിൻ്റെ 3-4 പ്രോസസ്സ് പറഞ്ഞാൽ നമുക്കറിയാം. കോട്ടൺ ടു സിൽവർ, സ്പിന്നിങ്, വീവിങ്, ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ 4 പ്രോസസ്സ് വരുന്നത്. പിന്നെ മോട്ടർ യൂസ് ഫോർ ഡിഫറെൻറ്റ് ടെക്സ്റ്റൈൽ പ്രോസസ്സ് പറഞ്ഞാൽ ലൂം മോട്ടേഴ്സ്, പിന്നെ വരുന്നത് എന്താണ് കാർ മോട്ടേഴ്സ്, പിന്നെ വരുന്നത് നമ്മളെ സ്പിന്നിങ് മോട്ടേഴ്സ്. സ്പിന്നിങ് തന്നെ 3 ടൈപ്പ് ഉണ്ട്, സിംഗിൾ സ്പീഡ്, 2 സ്പീഡ്, അതേപോലെ അറ്റ് ലാസ്റ്റ് വരുന്നത് 2 മോട്ടർ ഡ്രൈവ്. ഇപ്പോൾ ഇത്രയാണ് നമ്മളെ ടെക്സ്റ്റൈൽ ഡ്രൈവിൻ്റെ കാര്യങ്ങൾ, ടെക്സ്റ്റൈൽ മില്ലിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, നമ്മളെ അടുത്ത പാർട്ടാണ് 5ാമത്തേതാണ് എന്ത്, ഷുഗർ മില്ല്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത 4 പാർട്ടാണ്. ഒന്ന് നമ്മളെ സ്റ്റീൽ മില്ലാണ്, 2 പേപ്പർ മില്ല്, 3 സിമെൻറ്റ് മില്ല്, 4 ടെക്സ്റ്റൈൽ, 5 ഷുഗർ മില്ലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഷുഗർ മില്ലിൻ്റെ കാര്യം നോക്കാം. നമുക്ക് ഷുഗർ മില്ലിലാണ് നമുക്ക് എന്ത് സെൻട്രിഫ്യൂഗൽ യൂസ് ചെയ്യുന്നത്, എന്തിന് സെപ്പറേറ്റ് ഷുഗർ ക്രിസ്റ്റൽ ഫ്രം ദ സിറപ്പിൽ നിന്ന് ഷുഗർ ക്രിസ്റ്റൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെൻട്രിഫ്യൂഗൽ യൂസ് ചെയ്യുന്നുണ്ട്. ബൈ ദ ആക്ഷൻ ഓഫ് എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഷുഗർ ക്രിസ്റ്റൽ സിറപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഷുഗർ മില്ലിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെൻട്രിഫ്യൂഗൽ യൂസ് ചെയ്യുന്നത് എന്ത് സെപ്പറേറ്റ് ഔട്ട് എന്ത് ചെയ്യാൻ ഷുഗർ ക്രിസ്റ്റൽ സിറപ്പിൽ നിന്ന് ഷുഗർ ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെൻട്രിഫ്യൂഗൽ യൂസ് ചെയ്യുന്നത് വഴി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് നമ്മൾ സെൻട്രിഫ്യൂഗൽ മോട്ടറിൻ്റെ ഒരു ഡ്യൂട്ടി സൈക്കിളാണ് ഇവിടെ കാണിച്ചത്. ഗ്രാഫിൽ കാണാം. ഒന്നറിയുന്നത് ജസ്റ്റ് ഒന്ന് ഗ്രാഫിൽ ഒന്ന് RPM അതുപോലെ ടൈമുമാണ് കാണിച്ചത്. ജസ്റ്റ് പറഞ്ഞാൽ 1 ജസ്റ്റ് ഒരു ഗ്രാഫ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 1 2 3 4 5 6 എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 1 പറഞ്ഞാൽ ചാർജിങ്, 2 പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സ്പിന്നിങ്, 3 പറഞ്ഞാൽ സ്പിന്നിങ്, 4 5 6 പറഞ്ഞാൽ നമ്മളെ റീജനറേറ്റീവ് ബ്രേക്കിംഗ്, പിന്നെ 7 പറഞ്ഞാൽ പ്ലഗിങ് ആണ്. ജസ്റ്റ് എന്താണ് നമ്മളെ ഡ്യൂട്ടി സൈക്കിൾ ഫോർ ഷുഗർ സെൻട്രിഫ്യൂഗലിൻ്റെ ജസ്റ്റ് ഒരു ഡ്യൂട്ടി ഇവിടെ കാണിച്ചത്. അതിൽ ഫസ്റ്റ് എന്താ പറയുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ ടു ഗെറ്റ് ദ സ്പീഡ് ഓഫ് അബൌട്ട് 200 RPM. അതിൽ ഫസ്റ്റ് നമ്മൾ 1 പറഞ്ഞു, 1 ആണ് നമ്മളെ ചാർജിങ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണ് സ്റ്റാർട്ടിങ് ദ മോട്ടറിനെ സ്റ്റാർട്ടിങ് ടു ഗെറ്റ് ദ സ്പീഡ് ഓഫ് അബൌട്ട് 200 RPM. സ്റ്റാർട്ട് ചെയ്ത് 200 RPM വരെയുള്ള സ്പീഡ് കിട്ടാൻ വേണ്ടിയാണ് ചാർജിങ് ദ സിറപ്പ് വിത്ത് ദ മോട്ടർ. അത് എന്ത് ചെയ്യുക, ചാർജ് ചെയ്യാണ് സിറപ്പ് വിത്ത് ദ മോട്ടർ ഡിസ്കണക്റ്റിംഗ് ഫ്രം ദ സപ്ലൈ. ഇപ്പോൾ 1 ആണ് കാണിച്ചത്. 200 RPM വരെ മോട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡാണ് 200 RPM. ചാർജിങ് ദ സിറപ്പ് ചാർജ് ചെയ്തിട്ട് വിത്ത് മോട്ടർ ഡിസ്കണക്ട് ഫ്രം സപ്ലൈ, മോട്ടർ നമ്മൾ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത്. പിന്നെ എന്താണ് അതിന് ഇൻ്റർമീഡിയറ്റ് സ്പിന്നിങ് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ഏറ്റവും അബൌട്ട് എന്താണ് 500 RPM. ജസ്റ്റ് നമ്മളെ ഇൻ്റർമീഡിയറ്റ് സ്പിന്നിങ് അറ്റ് സെൻട്രിഫ്യൂഗലിൻ്റെ 500 RPM ആണ്. സ്പിന്നിങ് അറ്റ് സ്പീഡ് ഓഫ് അബൌട്ട് 1000 RPM സ്പിന്നിങ് ചെയ്ത് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ദ മോട്ടർ സക്സസ്ഫുള്ളി എത്ത് എന്താണ് ഡിഫറൻസ് സ്പീഡ് സ്റ്റിൽ പ്ലഗിങ് സ്പീഡ് ഓഫ് ദ അബൌട്ട് 50 മീറ്റർ ഒബ്റ്റെയിൻ ചെയ്തത്. നമ്മൾ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്ത് 200 RPM വരെ ആക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റർമീഡിയറ്റ് സ്പിന്നിങ്ങിൽ സെൻട്രിഫ്യൂഗലിന് അബൌട്ട് 500 RPM വരെ എത്തി. പിന്നെ എന്താണ് സ്പിന്നിങ് അറ്റ് സ്പീഡ് ഓഫ് അബൌട്ട് 1000 RPM സ്പിന്നിങ് നമ്മൾ 1000 RPM വരെ എത്തിച്ച്. അതിനുശേഷം നമ്മൾ ബ്രേക്കിംഗ് ചെയ്ത്, അപ്പം ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ മോട്ടർ എന്ത് സക്സസ്ഫുള്ളി എത്തി ഡിഫറൻറ്റ് സ്പീഡിൽ എന്താണ് നമ്മളെ സ്പീഡ് കുറഞ്ഞ 50 km RPM വരെ ഒബ്റ്റെയിൻ ചെയ്തവരെ നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ ബ്രേക്കിംഗ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്യൂട്ടി സൈക്കിൾ വെച്ച് നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ 200 RPM മോട്ടർ സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ അത് ആക്സിലറേഷൻ ചെയ്തിട്ട് 500 ആക്കി, പിന്നെ അത് ആക്സിലറേഷൻ ചെയ്തിട്ട് 1000 ആക്കി, പിന്നെ നമ്മൾ ബ്രേക്കിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്ത് അതിനെ ഓരോന്നാക്കി കുറച്ച് കൊണ്ടുപോയി ലാസ്റ്റ് തന്നെ നമ്മളെ 50 RPM വരെ എത്തിച്ച്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ ചെയ്യുമ്പോൾ അതുപോലെ ഡീക്സിലറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലോട്ട് ഓഫ് എനർജി എന്താണ് വേസ്റ്റാണ്. എന്തില്ലേ നമ്മൾ ലോട്ട് ഓഫ് എനർജി എങ്ങനെ എന്തായാലും വേസ്റ്റ് ആണ്, ബോത്ത് ആക്സിലേഷൻ അതേപോലെ ബ്രേക്കിംഗ് ഓഫ് സെൻട്രിഫ്യൂഗൽ മോട്ടർ. നമ്മൾ സെൻട്രിഫ്യൂഗൽ മോട്ടർ നമ്മൾ ആക്സിലേഷൻ ചെയ്യുമ്പോൾ അതേപോലെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ
എനർജി നമുക്കിവിടെ ലോസ് ആവുന്നുണ്ട്. കാരണം ഈ ഡ്യൂട്ടി സൈക്കിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 200, പിന്നെ 500, 1000 1000 പിന്നെ നമ്മൾ ബ്രേക്കിംഗ് ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് അത്യാവശ്യം ആക്സിലറേഷനും ബ്രേക്കിങ്ങും ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് ലോസാണ് ഉണ്ടാകുന്നത്, എനർജി ലോസാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എനർജി ലോസ് നമുക്ക് ഇൻ ഓർഡർ ടു റെഡ്യൂസ്, ഈ എനർജി ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്യൂറിങ് ആക്സിലറേഷൻ അതേപോലെ റിട്ടാർഡേഷൻ നടക്കുമ്പോൾ ഈ എനർജി ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ സെൻട്രിഫ്യൂഗലേഷൻ ഡിഫറൻസ് ചെയ്യുമ്പോൾ നമ്മളെ ആക്സിലേഷനും ഡീസിലേഷനും റിട്ടാർഡേഷനും ഒക്കെ ഉള്ള ടൈമിൽ നമ്മളെ എനർജി ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു 4 സ്പീഡ് പോൾ ചേഞ്ചിങ് മോട്ടർ ടു ഡിസ്റ്റിങ് സ്റ്റേറ്റർ മാറ്റിങ് ദാറ്റ് ഈസ് യൂസ് ടു ഒപ്റ്റെയിൻ സിംഗണസ് സ്പീഡിൽ അങ്ങനത്തെ ഒരു മോട്ടർ നമ്മളവിടെ യൂസ് ചെയ്താൽ നമ്മൾ സെൻട്രിഫ്യൂഗലേഷൻ വെച്ചിട്ട് നമ്മൾ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ ഡിഫറെൻറ്റ് സ്പീഡ് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ ഡിഫറെൻറ്റ് സ്പീഡ് ഒപ്റ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ ആക്സിലേഷൻ അതേപോലെ റിട്ടാർഡേഷൻ നടക്കും. അപ്പോൾ അവിടെ നമുക്ക് ലോസ് ഓഫ് എനർജി ലോസ് ആണ്. അങ്ങനെയുള്ള ടൈമിൽ ഈ ലോട്ട് ഓഫ് എനർജി ലോസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒരു 4 സ്പീഡ് പോൾ ചേഞ്ചിങ് മോട്ടർ ഹാവിങ് 2 ഡിസ്റ്റിങ് സ്റ്റേറ്റർ വയർ, 4 സ്പീഡുള്ള 4 സ്പീഡുള്ള ഒരു പോൾ ചേഞ്ചിങ് മോട്ടർ, പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഹാവ് ഡിസ്റ്റിങ് സ്റ്റേറ്റർ വൈൻഡിങ്, 2 ഡിസ്റ്റിങ് സ്റ്റേറ്റർ വൈൻഡിങ് ഉള്ള ദാറ്റ് എനേബിൾ ടു ഒപ്റ്റെയിൻ സിംഗിൾ സ്പീഡ് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് 4 സ്പീഡാണ്, പോൾ ചേഞ്ചിങ് മാറ്റാൻ പറ്റും, 2 ഡിസ്റ്റിങ് സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ട്, അതേപോലെ നമുക്ക് സിംഗിൾ സ്പീഡ് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്പീഡ് പറഞ്ഞാൽ 1500, 750, 214, 100 RPM അല്ലെങ്കിൽ 1000, 500, 214, 707 RPM അങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ഷുഗർ ഡ്രൈവ് സെൻട്രിഫ്യൂഗലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പറഞ്ഞ നമ്മൾ 4 സ്പീഡ് പോൾ ചേഞ്ചിങ് മോട്ടർ ഹാവിങ് 2 ഡിസ്റ്റിങ് 2 സ്റ്റേറ്റിംഗ് വൈൻഡിങ് ദാറ്റ് ഈസ് ടു ഒപ്റ്റെയിൻ സിംഗിൾ സ്പീഡ് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കോമൺ RPM യൂസ് ചെയ്യുന്ന ഡ്രൈവാണ് നമ്മൾ ഷുഗർ സെൻട്രിഫ്യൂഗലിനായിട്ട് യൂസ് ചെയ്യുന്നത്. മുന്നത്തെ നമ്മൾ പറഞ്ഞ ആക്സിലറേഷനും ഡീസിലേഷനും നടക്കുമ്പോൾ നമ്മൾ എന്തുണ്ട്, നമുക്ക് എനർജി ലോസ് ഉണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ 4 സ്പീഡ് പോൾ ചേഞ്ചിങ് 2 ഡിസ്റ്റിങ് സ്റ്റേറ്റർ വൈൻഡിങ് അതേപോലെ സിംഗിൾ സ്പീഡിലൊക്കെ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ഡ്രൈവ് ഫോർ ഷുഗർ സെൻട്രിഫ്യൂഗലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദേ പ്രൊവൈഡ് നമുക്ക് ഡിസൈഡ് ഫിക്സഡ് സ്പീഡ് ഫോർ ഓപ്പറേഷൻ, ഫിക്സഡ് സ്പീഡ് ഓപ്പറേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ അലൗസ് എ പാത്ത് ഫോർ റിട്ടേണിങ് പൊസിഷൻ ഓഫ് ദ എനർജി ബാക്ക് ടു സപ്ലൈ, നമുക്ക് വേറൊരു പാത്ത് ഒപ്റ്റെയിൻ ചെയ്ത് സപ്ലൈൻ്റെ എനർജി ബാക്ക്, സപ്ലൈയിലേക്ക് എനർജി ബാക്ക് എത്തിക്കാനുള്ളൊരു റിട്ടേൺ പാത്ത് നമുക്ക് അതിൽ കിട്ടും ഡ്യൂറിങ് ദ റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അതായത് ഓൾസോ അലൗ ഒരു പാത്ത് നമുക്ക് അലൗ ചെയ്യും റിട്ടേണിങ് ദ പോർഷൻ ഓഫ് എനർജി ബാക്ക് ടു സപ്ലൈ. ഏത് ടൈമിൽ നമുക്ക് ഡ്യൂറിങ് റീജനറേഷൻ ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, എനർജി റിട്ടേൺ ചെയ്യാനുള്ള പാത്ത് നമുക്ക് എന്ത് ചെയ്യും, സപ്ലൈയിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ള പാത്ത് അത് പ്രൊവൈഡ് ചെയ്യും. അതായത് നമുക്ക് എന്ത് പറ്റും, ബൈ സ്വിച്ചിങ് ഓവർ ടു എ ഹയർ പോൾ ഓപ്പറേഷൻ ഫ്രം എ ലോവർ പോൾ വൺ, ചെറിയത് നമുക്ക് ഹയർ പോൾ ഓപ്പറേഷൻ വരെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ നമ്മൾ ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് കൺട്രോൾ ഫോർ എൻ്റെ മൊത്തമായിട്ടുള്ള ഡ്യൂട്ടി സൈക്കിളിൻ്റെ ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ നമ്മൾ അച്ചീവായി ഫീഡിങ് ദ കൺട്രോൾ എക്യുപ്മെൻറ്റ്. അതായത് നമ്മൾ മൊത്തമായിട്ടുള്ള ഓട്ടോമാറ്റിക് കൺട്രോൾ ഫോർ ദ എൻട്രി ഡ്യൂട്ടി സൈക്കിൾ, മൊത്തമായിട്ടുള്ള ഡ്യൂട്ടി സൈക്കിളിനൊരു ഓട്ടോമാറ്റിക് കൺട്രോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ ഫീഡിങ് ദ കൺട്രോൾ. ബൈ ഫീഡിങ് ദ കൺട്രോൾ എക്യുപ്മെൻറ്റ് ഫ്രം ദ ഔട്ട്പുട്ട് ഓഫ് ദ ടാക്കോ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിന് ജസ്റ്റ് ഒരു ഫീഡിങ് കൺട്രോൾ കൊടുത്തിട്ട് നമ്മൾ സ്ലൈഡ്ലി കപ്പിൾ ചെയ്ത മോട്ടർ ഡ്രൈവിംഗ് സെൻട്രിഫ്യൂഗൽ ആയിട്ട് കപ്പിൾ ചെയ്ത മോട്ടർ നമ്മൾ ജസ്റ്റ് ഒരു ടാക്കോമീറ്റർ ഡയറക്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യും. എന്നാൽ മോട്ടറൊക്കെ നമ്മൾ വെർട്ടിക്കലി മൗണ്ടഡ്, സോ ഇറ്റ് ഈസ് കപ്പിൾഡ് വിത്ത് ഷാഫ്റ്റ് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ. മോട്ടർ നമ്മൾ വെർട്ടിക്കലി വെച്ച് മൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഷാഫ്റ്റ് നമ്മൾ അതായിട്ട് മൗണ്ട് ചെയ്യും. അതിൽ മോട്ടർ ഹാവ് ലാർജ് എയർ ഗ്യാപ്പ് ടേക്ക് കെയർ ഓഫ് പോസിബിൾ റോട്ടർ ഓസിലേഷൻ വിത്ത് വെർട്ടിക്കൽ ആക്സിസ് ആണ്. സിൻസ് ദ മോട്ടർ ഓപ്പറേറ്റ് ഇൻ ഹ്യൂമിഡ് മോട്ടർ നമ്മൾ ഹ്യൂമിഡ് എൻവയോൺമെൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇൻസുലേഷൻ എന്തായിരിക്കും, ഹ്യൂമിഡ് പ്രൂഫുള്ള ടൈപ്പ് ഇൻസുലേഷനൊക്കെ അവിടെ യൂസ് ചെയ്യുക. അതുപോലെ ഡ്യൂ ടു ഫ്രീക്വൻറ്റ് സ്വിച്ചിങ് ഓഫ് ദ മോട്ടർ ഡിഫറെൻറ്റ് വൈൻഡിങ് ഓൺ ഫോർ ഡിഫറെൻറ്റ് ഫോൾ. അതായത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്വിച്ചിങ്, മോട്ടറിൻ്റെ സ്വിച്ചിങ് ഇവിടെ നമ്മൾ നടത്തുമ്പോൾ എന്ത് ചെയ്യും, മോട്ടർ ഡിഫറെൻറ്റ് വൈൻഡിങ് വൗണ്ട് ഫോർ ഡിഫറെൻറ്റ് പോൾ, ഡിഫറെൻറ്റ് പോൾസിന് ഡിഫറെൻറ്റ് വൈൻഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്വിച്ചിങ് ഇവിടെ പോസിബിൾ ആണ്. അതേപറ്റി പ്രൊട്ടക്ട് ദ മോട്ടർ ഫ്രം ഓവർ ഹീറ്റിംഗ് തെർമൽ എലമെൻറ്റ് വിച്ച് ഓപ്പറേറ്റ് എ ഫ്യൂ ഡിഗ്രീസ് ബിലോ ദ മാക്സിമം പ്രിസിബിൾ ടെമ്പറേച്ചർ ഓഫ് ദ വൈൻഡിങ് ആണ് എംബഡിൻ്റെ വൈൻഡിങ്ങിൽ എംബഡ് ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് ടു പ്രൊട്ടക്ട് ദ മോട്ടർ ഫ്രം മോട്ടർ നമ്മൾ ഓവർ ഹീറ്റിംഗ് അതേപോലെ തെർമൽ എലമെൻറ്റ് വിച്ച് ഓപ്പറേറ്റ് എ ഫ്യൂ ഡിഗ്രി ബിലോ ദ മാക്സിമം പെർമിസിബിൾ ടെമ്പറേച്ചർ ഓഫ് ദ വൈൻഡിങ് ആർ എംബഡഡ് ഇൻ ദ വൈൻഡിങ്. നമ്മൾ അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മളെ വൈൻഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അല്ല ഓവർ ഹീറ്റിംഗ് തെർമൽ എലമെൻറ്റിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വൈൻഡിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത്രയും നമ്മളെ
ഷുഗർ മില്ലിൽ ഉള്ള കാര്യങ്ങൾ പറയാം. ജസ്റ്റ് അതിൽ യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കാര്യങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ.